the media was saying, excellent, brilliant, how smart. ഇതൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞപ്പോ നമ്മളോട് കൈകൊട്ടാൻ പറഞ്ഞപ്പോ മീഡിയ നമ്മുടെ മാധ്യമങ്ങൾ എന്ത് പറഞ്ഞു, എന്ത് കഴിവുള്ള ആളാണ്, എന്ത് മിടുക്കാണ്, എന്ത് If any other citizen of India during COVID had said, Thali bajao, they would have beaten him with a lathi and put him inside jail. നിങ്ങൾക്കറിയാവോ, ഇത് പ്രധാനമന്ത്രിയല്ല, മറിച്ച് രാജ്യത്തെ ഏതെങ്കിലും ഒരു പൗരനോ പൗരയാണ് കോവിഡ് സമയത്ത് കൈകൊട്ടാൻ പറഞ്ഞിരുന്നെങ്കിൽ ലാത്തി കൊണ്ട് അടി വാങ്ങിച്ച് അവരെ പിടിച്ച് ജയിലിലിട്ടേനെ ഈ രാജ്യത്ത്. They would say he's gone crazy. ഈ പുള്ളിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, കാര്യമായ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന് വേറെ ആരെങ്കിലും അറിഞ്ഞത്. But the Prime Minister of India, when he says Thali bajao during COVID, he's a genius. അത് മാത്രമല്ല, പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു കോവിഡ് സമയത്ത് കൈകൊട്ടിക്കോളം പറഞ്ഞപ്പോ എല്ലാവരും എന്ത് പറയുന്നു, അദ്ദേഹം അസാമിന്റെ പ്രതിഭയാണ്, അതിബുദ്ധിശാലിയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. The whole media will say, wow, how excellent, what a suggestion, how brilliant. അപ്പൊ നമ്മുടെ മാധ്യമങ്ങൾ പറയും, വാവ്, എന്ത് മിടുക്കനാണ്, മഹാപ്രതിഭയാണ്, എന്ത് മനോഹരമാണെന്ന് പറയും. So you know what type of a person is running the country. നിങ്ങൾക്കറിയാം ഏത് തരത്തിലുള്ള ഒരു മനുഷ്യനാണ് ഈ രാജ്യം നടത്തിക്കൊണ്ടു പോകുന്ന ഭരിക്കുന്നതെന്ന് നിങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. When the thali didn't work, he said, take the mobile phone and light the light of the mobile phone. ഈ ആദ്യമേ നമ്മളോട് പറഞ്ഞു കോവിഡിന്റെ സമയത്ത് കൈ കൊട്ടിക്കൊള്ളാൻ, പക്ഷെ അതൊന്നും ശരിയായിട്ട് നടപ്പാകാതായപ്പോ അദ്ദേഹം എന്താ പറഞ്ഞത്, മൊബൈൽ ഫോൺ എടുത്തോളൂ, ലൈറ്റ് കത്തിച്ചോളൂ. പിന്നെ രണ്ടാമത് പറഞ്ഞത് അതാണ്. There was no electricity in the hospitals, people couldn't breathe. ആൾക്കാർക്ക് ശ്വസിക്കാൻ വയ്യായിരുന്നു, ആശുപത്രികളിൽ അവിടെ വൈദ്യുതി ഇല്ലായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു മൊബൈൽ ഫോൺ എടുത്ത് ലൈറ്റ് കത്തിച്ചോളാൻ. And the Prime Minister is making such ridiculous statements. അത്ര പരിഹാസ്യമായ അപഹാസ്യമായ പ്രസ്താവനകളും ആണ് നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയത്. So that is the state of the government today. നമ്മുടെ രാജ്യത്തെ ഭരണകൂടത്തിന്റെ അവസ്ഥ ശരിക്കും ഈ പറഞ്ഞ ഇതാണ് നമ്മുടെ അവസ്ഥ. Frankly, he doesn't have the understanding to run the country. സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക്, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്തെ ഭരിക്കുന്നതിന് മുൻപോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ അതിനെ മനസ്സിലാക്കാനുള്ള കാര്യക്ഷമതയും പ്രാപ്തിയും ഇല്ല. Really, he does not understand the things. തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാവുന്നില്ല. And he struggles to understand that. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. So the question is, what is the Congress party going to do? അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ചോദ്യം എന്താണ്, സാഹചര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഇത് പരിഹരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ് ചെയ്യാൻ പോകുന്നത്? He has spent thousands and thousands and thousands crores to help the richest people. ഈ രാജ്യത്തെ അതിസമ്പന്നരായ ആളുകളെ സഹായിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് കോടികൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെലവഴിച്ചു. 22 people in India have the same amount of money as 70 crore Indians do. ഈ രാജ്യത്തെ സാധാരണക്കാരായ 70 കോടി ജനങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ തുക ഈ രാജ്യത്തെ അതിസമ്പന്നരായ 22 മനുഷ്യരുടെ കയ്യിൽ നിന്നുണ്ട്. India has become one of the most unequal countries in the world. രാജ്യത്തെ ലോകത്തെ ഏറ്റവും കൂടുതൽ അസമത്വമുള്ള ഒരു രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ ഇന്ന് മാറിയിരിക്കുന്നു. So the first thing we are going to do is we are going to make a list of all the poor families in the country. അതുകൊണ്ട് ഇതിനെ നേരിടാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായി ഈ രാജ്യത്തെ ദരിദ്ര കുടുംബങ്ങളുടെ ഒരു പട്ടിക ഞങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. And we are going to identify one woman in each family. ആ ദരിദ്ര കുടുംബങ്ങളിൽ നിന്ന് ഓരോ കുടുംബത്തിൽ നിന്നും ഒരു സ്ത്രീയെ ഞങ്ങൾ തെരഞ്ഞെടുക്കും. And we are going to put 1 lakh rupees in a bank account every year. ഈ രാജ്യത്തെ ദരിദ്ര കുടുംബങ്ങളിൽ തെരഞ്ഞെടുക്കുന്ന ഓരോ സ്ത്രീയുടെയും ബാങ്ക് അക്കൗണ്ടിൽ ഞങ്ങൾ വർഷം തോറും 1 ലക്ഷം രൂപ നിക്ഷേപിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. 8,500 rupees a month. ഓരോ മാസവും 8,500 രൂപ. Every വരെ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കടക്കുന്നത് വരെ ആ സ്ത്രീയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഓരോ മാസവും 8,500 രൂപ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിക്ഷേപിക്കും. Now, the highest level of unemployment in 45 years is the current status in India. ഇന്ന് നമ്മുടെ രാജ്യത്ത് 45 വർഷങ്ങളിലെ ഏറ്റവും ഉയർന്ന വർദ്ധിച്ച തൊഴിലില്ലായ്മ നിരക്കാണുള്ളത്. Youngsters are running around Looking for jobs. Narendra Modi has done demonetization, placed a fake flawed GST on the country, and it is impossible for youngsters to get jobs. നമ്മുടെ നാട്ടിലെ നിങ്ങളെ പോലെയുള്ള യുവജനങ്ങൾ തൊഴിലിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നട്ടും തിരിയുകയാണ്, അലയുകയാണ്. ഒരു നോട്ട് നിരോധനത്തിലൂടെ അതുപോലെ വികലമായ GST ചരക്ക് സേവന നികുതിയിലൂടെ ഈ രാജ്യത്തിലെ യുവജനങ്ങൾക്ക് തൊഴിൽ കിട്ടുന്ന സാധ്യത തന്നെ നരേന്ദ്രമോദി ഇല്ലാതാക്കിയിരിക്കുകയാണ്. The children of rich families can send their
sorry, the parents of rich families can send their children to do apprenticeships and internships. ഈ സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം, പൈസയുള്ള വീട്ടിലെ അച്ഛനമ്മമാർക്ക് അവരുടെ മക്കളെ തൊഴിൽ പരിശീലനത്തിന്, ഇന്റേൺഷിപ്പിന് വേണ്ടി, അപ്രന്റീസ്ഷിപ്പിന് വേണ്ടി പല സ്ഥാപനങ്ങളിലേക്ക് അയക്കാൻ സാധിക്കും. This is not available to the large number of unemployed Indians. പക്ഷേ ഇതേ സാഹചര്യം തൊഴിലില്ലാത്ത രാജ്യത്തെ സാധാരണ വീടുകളിൽ നിന്ന് വരുന്ന യുവതി യുവാക്കൾക്ക് ഈ അവസരം ഇപ്പോൾ ലഭ്യമല്ല നമ്മുടെ രാജ്യത്ത്. So we are going to make a law that gives the right to apprenticeship to all our graduates and diploma holders. അതുകൊണ്ട് ഈ രാജ്യത്തെ തൊഴിലില്ലാത്ത എല്ലാ ഡിപ്ലോമ നേടിയവർക്കും ബിരുദധാരികളായ യുവതി യുവാക്കൾക്ക് തൊഴിൽ പരിശീലനത്തിനുള്ള അവകാശം നിയമമാക്കുന്ന ഒരു നിയമമായി It will be their right to get a 1-year apprenticeship, which will pay them 1 lakh rupees a year, 8,500 rupees a month. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഈ അപ്രന്റീസ്ഷിപ്പ്, തൊഴിൽ പരിശീലനത്തിലുള്ള നിയമം പ്രാവർത്തികമാകുമ്പോൾ, പ്രാബല്യത്തിൽ വരുമ്പോൾ, ഒരു വർഷത്തേക്ക് 1 ലക്ഷം രൂപ വേതനത്തോടുകൂടി മാസം 8,500 രൂപ ശമ്പളത്തോടുകൂടി അവർക്ക് തൊഴിൽ പരിശീലനം അവകാശമാകുന്ന ഒരു നിയമം ഈ രാജ്യത്ത് നിലവിൽ വരും. They'll get trained on the job in a field that they like and want to get better at. അവർക്ക് ഇഷ്ടമുള്ള മേഖലയിൽ, അവർ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ അവർക്ക് കൃത്യമായ തൊഴിൽ പരിശീലനം ഈ ഒരു വർഷത്തെ കാലയളവിനുള്ളിൽ ലഭ്യമാകും. And they will get paid for it. അതിന് അവർക്ക് ശമ്പളവും ലഭിക്കുന്ന ഒരു നിയമമാണ് ഞങ്ങൾ At the കൊണ്ടുവരുന്നത്. end of 1 year, if they've done a good job, they will get a permanent job. ഈ ഒരു വർഷത്തിന് ശേഷം, ഈ തൊഴിൽ പരിശീലനത്തിന്റെ ഒരു വർഷത്തിന് ശേഷം, ഈ കാലയളവിൽ അവർ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അവർക്കൊരു സ്ഥിര നിയമം, സ്ഥിര ജോലി ലഭ്യമാകുന്ന രീതിയിൽ ഈ നിയമം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. And the country will get a huge trained workforce. തീർത്തും പരിശീലനം ലഭിച്ച മികവുള്ള തൊഴിലാളികളെ ഈ പദ്ധതിയിലൂടെ നമ്മുടെ രാജ്യത്തിനും ലഭിക്കും. Millions of youngsters who will have been trained, and this is like an entry point into the job market. നമ്മുടെ ലക്ഷക്കണക്കിന് യുവജനങ്ങൾക്ക് ഈ പദ്ധതിയിലൂടെ, ഈ നിയമത്തിലൂടെ അവർക്ക് പരിശീലനം ലഭിക്കും. അതുമാത്രമല്ല, അവർക്ക് ജോലി കിട്ടുന്നതിനുള്ള ഒരു തുടക്കത്തിലെ പടിയായി ഈ പദ്ധതി മാറുകയും ചെയ്യും. Minimum support price. അതുപോലെ തന്നെ ഈ നിയമപരമായി ഒരു കുറഞ്ഞ താങ്ങുവില ഉറപ്പു നൽകാൻ പോവുകയാണ്. By the GST. അതുപോലെ തന്നെ വളരെയധികം സങ്കീർണമായിട്ടുള്ള ചരക്ക് സേവന നികുതി അഥവാ GST ഞങ്ങൾ ലഘൂകരിക്കാൻ, എളുപ്പമുള്ളതാക്കാൻ പോവുകയാണ്. One tax, minimum tax. ഒരു ടാക്സ്, ഒരേ ഒരു നികുതി, അതുപോലെ ഏറ്റവും കുറഞ്ഞ നികുതി. We are going to scrap the Agniveer scheme. അതുപോലെ തന്നെ സേനയിലേക്ക് നിയമനം നടത്തുന്ന അഗ്നിപഥ് സ്കീം പദ്ധതി ഞങ്ങൾ റദ്ദാക്കുമെന്ന് ഉറപ്പു നൽകുന്നു. This scheme is an insult to every single youngster who wants to join the army, who wants to protect the nation. ഈ അഗ്നിപഥ് സ്കീം പദ്ധതി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ആർമിയുടെ ഭാഗമായി, സൈന്യത്തിന്റെ ഭാഗമായി ദേശസേവനം നടത്താൻ ആഗ്രഹിക്കുന്ന ഓരോ യുവതി യുവാവിനോടുമുള്ള ഒരു അപമാനമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. And we are going to remove the idea of contract labor from government and public sector units. അതുപോലെ തന്നെ ഈ നാട്ടിലെ യുവതി യുവാക്കൾക്ക് വേണ്ടി ഈ നാട്ടിലെ ഗവൺമെന്റ് ജോലികളിൽ നിന്നും കരാർ നിയമനം ഇല്ലാതാക്കി ഞങ്ങൾ സ്ഥിര നിയമനമാണ് ഉറപ്പു നൽകാൻ പോകുന്നത്. I would request you to read our manifesto, because it is a document that can transform India and revolutionize our country. ഇവിടെയുള്ള നിങ്ങളോട് എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ എല്ലാവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക വായിക്കണം. കാരണം ആ പ്രകടന പത്രിക ഈ രാജ്യത്തെ പരിവർത്തനം ചെയ്യാൻ പറ്റുന്ന വിപ്ലവാത്മകമായ ഒരു രേഖയാണ്. അതുകൊണ്ട് നിങ്ങൾ അത് വായിക്കണം. And after that, take a look at the BJP manifesto. അത് മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രകടന പത്രിക വായിച്ചാൽ മാത്രം പോരാ, അത് കഴിഞ്ഞ് BJPയുടെ പ്രകടന പത്രിക കൂടി ഒന്ന് വായിക്കണം. They have 2 main ideas in their manifesto. അവരുടെ പ്രകടന പത്രികയിൽ 2 പ്രധാനപ്പെട്ട ആശയങ്ങളുണ്ട്. The manifesto is built around these 2 ideas. ഈ 2 ആശയങ്ങളുടെ ചുറ്റുമാണ് അവരുടെ പ്രകടന പത്രിക അവർ പുറത്തിറക്കിയിട്ടുള്ളത്. The first one is to send a man to the moon. നിങ്ങൾക്കറിയാവോ, അത് ആദ്യത്തെ പ്രധാനപ്പെട്ട ആശയം എന്താണ്? ഇന്ത്യയിൽ നിന്ന് ഒരു മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കും. And the second one is to get the Olympic Games to India. രണ്ടാമത്തെ BJPയുടെ പ്രകടന പത്രികയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയോ? ഒളിമ്പിക് ഗെയിംസ് ഇന്ത്യയിൽ കൊണ്ടുവരും. So that is the difference between us and them.
അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയും BJPയുടെ പ്രകടന പത്രികയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഞങ്ങളും അവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതാണ്. They must have got some bureaucrat or somebody to write it for them. അത് എഴുതിയതായിരിക്കും, ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ എഴുതി കൊടുത്തതായിരിക്കും അവരുടെ പ്രകടന പത്രിക. Ours has the voice of India embedded in it. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അന്തർലീനമായിരിക്കുന്നത് ഇന്ത്യയുടെ ശബ്ദമാണ്, ഇന്ത്യക്കാരുടെ ശബ്ദമാണ്. I'd like to thank all of you. In such heat you've come out to listen to me. ഇത്രയും ചൂടത്ത് എന്നെ കേൾക്കാൻ വേണ്ടി ഇവിടെ വന്ന നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. You are always showing me such affection. നിങ്ങൾ എല്ലായ്പ്പോഴും എന്നോട് ഒരുപാട് സ്നേഹം കാട്ടിയിട്ടുണ്ട്. And I know that there are people from LDF and UDF. എനിക്കറിയാം ഇവിടെ വന്നിട്ടുള്ളവരിൽ UDF-കാർ മാത്രമല്ല LDF-കാരും ഉണ്ടെന്ന് എനിക്കറിയാം. There must be some people from LDF also standing here. ഇവിടെ LDF-ൽ പെട്ട ആരെങ്കിലും ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. See, I don't agree with your ideology. LDF-ൽ നിന്ന് വന്നിട്ടുള്ളവരോട് ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളുടെ ആശയത്തോട് യോജിക്കുന്നില്ല. And I'm ready to sit and discuss it with you. ഞാൻ നിങ്ങളോട് ഇരുന്ന് സംസാരിച്ച് എന്തുകൊണ്ടാണ് ഞാൻ യോജിക്കാത്തതെന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. But that does not mean I do not consider you my family. പക്ഷെ അതിന്റെ അർത്ഥം നിങ്ങൾ LDF-കാരാണ്, നിങ്ങളോട് ആശയപരമായി എനിക്ക് വ്യത്യാസമുണ്ട്, അതിന്റെ അർത്ഥം ഞാൻ നിങ്ങളെ എന്റെ കുടുംബാംഗമായി കണക്കാക്കുന്നില്ല എന്നല്ല എന്നാണ് എന്റെ അർത്ഥം. So all the people of Wayanad are like my family. They treat me like family and I treat them like family. വയനാട്ടിലെ എല്ലാ ജനങ്ങളും, വയനാട്ടിലെ ഓരോരുത്തരും എന്റെ കുടുംബമാണ്. നിങ്ങൾ എന്നെ എന്റെ കുടുംബാംഗത്തെ പോലെ കാണുന്നു, അതുപോലെ ഞാനും നിങ്ങളെ എല്ലാവരെയും എന്റെ കുടുംബത്തെ പോലെ കാണുന്നു. അത് LDF ആയാലും UDF ആയാലും. Difference in political ideas doesn't mean that you cannot be affectionate and respectful to other people. നമുക്ക് രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, രാഷ്ട്രീയ ചിന്തകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. അതിന്റെ അർത്ഥം നമ്മൾ തമ്മിൽ സ്നേഹിക്കാൻ പാടില്ല എന്നും നമ്മൾ തമ്മിൽ സ്നേഹിക്കാതിരിക്കരുതെന്നും കരുതരുതെന്നുമല്ല. And to all the UDF workers who are here, you are like our Babbar Sher, like tigers. ഇവിടെയുള്ള UDF പ്രവർത്തകരോട് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങള് ഞങ്ങളുടെ കടുവകളെ പോലെയാണ്. So I'd like to thank all of you. നിങ്ങളെ എല്ലാവരെയും, അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. Nandi. നന്ദി. താങ്ക് യു.